നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലെ ഇപ്പോൾ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വെള്ള, നീല, ചുവപ്പ്, മഞ്ഞ കാർഡുകൾക്കെല്ലാം ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ RSPY പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വഴിയാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന ഈ പദ്ധതിയിൽ തുടക്കത്തിൽ ആളുകൾ ചേർന്നിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് പല പ്രൈവറ്റ് ആശുപത്രികൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു പദ്ധതി വന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഈ കാർഡിന് വേണ്ടി അപേക്ഷ എവിടെ കൊടുക്കുക കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം, ഈ കാർഡ് തുടക്ക സമയത്ത് എടുത്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഏകദേശം 12-13 വർഷത്തോളമായി ഈ കാർഡ് എടുത്തിട്ട് അതിനുശേഷം വരുന്ന ഓരോ അപ്ഡേഷനുകളിൽ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. അതിനുശേഷം വന്നൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാമെന്നുള്ളത്. അന്ന് ഈ കാർഡ് എടുത്ത ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ കാർഡ് പുതിയത് എടുക്കാനോ നിലവിലുള്ള ആളുകൾ ചേർക്കാനോ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സർക്കാർ ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള ആളുകൾക്കും പുതിയത് എടുക്കാനും സാധിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ ബജറ്റിൽ അവതരിപ്പിക്കുന്നത്. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കും പുതിയ അപ്ഡേഷൻ വരിക. സർക്കാർ ഇപ്പോൾ ഇതിലേക്ക് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നൊന്നും ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റു ആളുകൾക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ 5 ദിവസം സൗജന്യമായി ലഭിക്കുന്ന രീതിയിലൊരു ഇൻഷുറൻസ്, അതുപോലെ തന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ, മറ്റു അസംഘടിത മേഖല തൊഴിൽ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതിയുമായി ഇപ്പോൾ സർക്കാർ വരികയാണ്. എന്നാൽ ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിലേക്ക് ഫണ്ട് നീക്കി വെച്ചിട്ടുമുണ്ട്. എന്നാൽ എന്ന് മുതലായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങുക എന്നുള്ളതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. വരും ദിവസങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന സമയത്ത് നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുമുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വെക്കേണ്ടത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആധാർ അനുസൃതമാക്കിയാണ് വരിക. ആധാർ കാർഡിലുള്ള ഫോൺ നമ്പർ, പേര്, കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സമയത്ത് തന്നെ ഇതിനുള്ള അപ്ഡേഷൻ നൽകാൻ സാധിക്കും. നമുക്കറിയാം, ഇനി നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.